കണ്ണൂർ പയ്യാമ്പലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് വിനോദസഞ്ചാരികളൊക്കെ എത്തി കാണാം. ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾക്ക് കയറാൻ വേണ്ടി അനുമതിയില്ല. കാരണം റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്തേക്ക് ആളുകളോടുള്ള യാത്ര തൽക്കാലത്തേക്ക് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും വിനോദസഞ്ചാരികൾ ബീച്ചിലേക്ക് വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന, കടലിൽ കളിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ലൈഫ് ഗാർഡ് അവരോടൊക്കെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഇവിടെ റെഡ് അലേർട്ട് ആണെങ്കിലും ബീച്ചിലേക്ക് പല വിധത്തിലുള്ള പ്രവേശിക്കാൻ പല സൈഡുകളിലായിട്ട് പ്രവേശന കവാടമുണ്ട്. പക്ഷേ അവിടെ നിന്നും ഈ മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഈ കടലിൻ്റെ ഇത് കാണാം. സാധാരണ കടൽ കുറച്ച് ദൂരോട്ടാണ് ഉണ്ടാവാറ്, പക്ഷേ ഇതിപ്പോൾ ശക്തമായ തിരമാലയുണ്ട്. കടൽ കുറച്ചുകൂടെ കരയെടുത്ത് മുന്നോട്ടേക്ക് വന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. സാധാരണ വലിയ രീതിയിൽ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ്. കൂടുതൽ ആളുകളൊക്കെ വന്ന് കടലിൽ കുളിക്കുന്നതോടുകൂടി വലിയ അപകടങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ കടലാക്രമണം ഉള്ളതും കൂടെ കണക്കിലെടുത്ത് DTPC വിനോദസഞ്ചാരികൾക്ക് ബീച്ചിലേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയത്. പക്ഷേ നിരവധി ആളുകൾ ഇപ്പോഴും ബീച്ചിൽ വന്ന് കടലിൽ കളിക്കുന്ന അല്ലെങ്കിൽ കടപ്പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലക്ക് പുറത്തു നിന്നും അയൽ സംസ്ഥാനത്ത് നിന്നടക്കം നിരവധി ആളുകൾ എത്തുന്ന ഒരു ബീച്ച് കൂടിയാണിത്. ലൈഫ് ഗാർഡായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഇന്ന് ബീച്ചിലേക്ക് ആളുകൾക്ക് അനുമതിയുണ്ടോ? റെഡ് അലേർട്ട് ആയതുകൊണ്ട് ബീച്ചിലേക്ക് അനുമതിയൊന്നുമില്ല. കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ എത്തുന്നു. ഈ മലയോര മേഖലയിലെ ഉരുളുപൊട്ടലെല്ലാം കണ്ട് കടല് കുറച്ച് റഫാണല്ലോ, അത് കാണാനല്ലായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇങ്ങേ ഭാഗത്തേക്ക്, അതായത് നമ്മളുള്ള ഭാഗത്തേക്ക് വരുന്നില്ല. ഇങ്ങേ ഭാഗത്തേക്ക്, ആളൊഴിഞ്ഞ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. പല വഴിയിലൂടെ ബീച്ചിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും ബോർഡ് ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഈ ബീച്ച് റോഡ് കൂടുതൽ ആൾക്കാർക്ക് വണ്ടി നിർത്തി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും കൂടെ ആൾക്കാർക്ക് വന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലൈഫ് ഗാർഡ് ഇപ്പൊ പരമാവധി എല്ലായിടത്തും പോയിട്ട് ആളുകളോട് പറയുന്നുണ്ട്. നമ്മൾ ഈ ഇങ്ങേത്തട്ടം മുതൽ അങ്ങേത്തട്ടം വരെ നമുക്ക് എത്താൻ പറ്റുന്ന അത്രയും ദൂരത്ത് എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ കടലിലൊക്കെ ഇറങ്ങുന്നതും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇറങ്ങുന്നുണ്ട്, എന്നാലും ഇറങ്ങുന്നുണ്ട്. അപകട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ആളുകൾ പല വഴിയിലൂടെ ബീച്ചിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കാണുന്ന ആളുകളോടൊക്കെ ബീച്ചിലേക്ക് കടലിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം പരമാവധി ലൈഫ് ഗാർഡുകൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് പല ആളുകളും കടലിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ബീച്ചിൽ നിന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.